അപ്പോൾ വേദിയിൽ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഇഷ്ട വ്യക്തികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന അതിലും ഇഷ്ട വ്യക്തികളെ നല്ല സഹായമാക്കിയിരുന്നു. ഞാൻ ഈ സിനിഫയിൽ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ സിനിമയെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ സ്ക്രീൻഷോട്ടൊക്കെ ഇങ്ങനെ അയച്ചു തന്നു. ഞാനിത് ആരാണ്, സിനിമയ്ക്ക് കുഴപ്പമില്ലാത്ത അഭിപ്രായം ഉണ്ടല്ലോ, പക്ഷെ ഇങ്ങനെ അതിലിങ്ങനെ ഓരോരുത്തർ ഇപ്പൊ എനിക്കിതിനെ പറ്റി അത്ര അറിയില്ല. അപ്പൊ ഈ കണ്ടിട്ട് സിനിമയിൽ മാമുക്കായി പറയുന്നുണ്ടല്ലോ, ആരാ എന്നെ തൊട്ട് കളിക്കാൻ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ജയറാം പറയുന്നുണ്ട് ഞാനുണ്ട് തൊട്ട് കളിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഞാന് ഇതിനെ പറ്റി അന്വേഷിക്കുകയൊക്കെ ചോദിച്ചപ്പോഴാണ് വിജിത്ത് ഇവൻ പരിചയപ്പെടുകയൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ചേട്ടാ ഇന്നത് പോലെയാണ് കാര്യങ്ങളെല്ലാം ഇവൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാന് എന്നാ ബിസിനസ്സുകാരനാണോ എന്താണോ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഇതിൽ ചേർന്നേക്കാം എന്ന് തീരുമാനമെടുത്തു. അപ്പൊ ഇനി നെഗറ്റീവ് വരത്തില്ലല്ലോ എന്ന് ഓർത്തു. ഞാനങ്ങനെ ഇതിൻ്റെ അകത്ത് ഇതായി. അടുത്ത സിനിമ വന്നു കഴിഞ്ഞപ്പോ വീണ്ടും അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പൊ വീണ്ടും ഇങ്ങനെ ഇത് വന്നു, മോശം അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞപ്പം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കണ്ടിട്ട് എന്ന് പറയുന്ന സിനിമയില് വീണ്ടും ഞാൻ ആലോചിച്ചു. എന്താന്ന് വെച്ചാൽ ജയറാം വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മാമുക്കയെ തോളെ കൈയിട്ടിട്ട് ആരുണ്ടാ ഞങ്ങളെ തൊട്ട് കളിക്കാൻ എന്നുള്ള രീതി. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന് ഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ അതിനെല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ചിലരുടെ വാ നമുക്ക് അടപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ നോക്കിയപ്പോ ഇന്നാള് ഞാനൊരു സഭയിൽ ഒരു ഇത് ചെന്നപ്പോ എന്നെ അറിയാല്ലാത്തവനായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, അവരെന്നെ അറിയത്തേയില്ല, അവൻ ചുമ്മാ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരാളുടെ വാ നമുക്ക് അടച്ചുകൂടാനായിട്ട് പറ്റത്തില്ല. അഭിപ്രായങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. സിനിമ വരുന്നുണ്ടോ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിട്ടേയിരിക്കും. അതുകൊണ്ടിട്ട് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. അപ്പോൾ 2024 വർഷത്തിലേക്ക് കടന്നു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കാം. ഞാൻ 2023 തീരാറായപ്പോഴത്തേനും പള്ളിയിൽ പോയി ഈവൻ പ്രാർത്ഥിച്ചു, ദൈവമേ 2024 വർഷം നല്ല പ്രകാശപൂർണമായിരിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മള് കുതിരയൊക്കെ കത്തിക്കാനായിട്ട് പോവാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഇവിടെ കുതിര കത്തിച്ച ആളുടെ അത് സ്പാർക്കിന്റെ കണ്ണിലേക്ക് വന്നിട്ട് വീണ് ഞാനിപ്പോ ഒരു 10 ദിവസമായിട്ട് റെസ്റ്റ് എടുത്തിട്ടിരിക്കുവായിരുന്നു. കാരണം ഞാൻ ഓർത്തു പ്രാർത്ഥനയ്ക്കൊക്കെ ഇത്ര വേഗം തന്നെ ഉത്തരം തരുവാണെന്ന്. കാരണം എന്റെ കണ്ണ് 2024 ആകുന്നതിന് ഇപ്പുറം തന്നെ പ്രകാശമാക്കി തന്നു. അപ്പൊ ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത് ന്യൂ ഇയർ ഒക്കെ ആയപ്പോഴത്തേനും ഈശോ പോലും ദൈവം പോലും ഫ്രീ ആയിരുന്നു. കാരണം എല്ലാരും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേനും ആരും പ്രാർത്ഥിക്കാനായിട്ട് ഇല്ലായിരുന്നു. അപ്പൊ കയ്യോടെ തന്നെ അവസരമൊക്കെ ഈ ദൈവം തന്നു. ഇനി ഞാനത് നർമ്മത്തിലങ്ങ് ആക്കിയെന്നേ ഉള്ളൂ. കാരണം സന്ദീപ് എക്കണോമിക്സിനെ പറ്റി പറഞ്ഞു, വിജയ് ബാബു സെയിൽസ് ഡിപ്രഷനെ പറ്റി പറഞ്ഞു, നവക കവിത പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരും ഒരു സീരിയസ് ടോക്കിലേക്ക് പോവുകയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു ഒരു സിനിഫൈൽ എന്ന് പറയുന്ന ഒരു കുടുംബമാണ്, അതിന്റെ മെമ്പേഴ്സ് ആണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഒരു ഫണ്ണായിട്ട് കാണുക. പക്ഷെ അതിന്റെ ഇടയിൽ വിജയ് ബാബു പറഞ്ഞ ഒരു വളരെ വലിയ കാര്യമാണ്, ചെറിയ സിനിമകൾ വരുമ്പോൾ തിയേറ്ററിന്റെ ഷോസ് തരുന്നത്. അതിപ്പോ ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് സംഭവിക്കുന്നതാണ്. കാരണം അത് ഞങ്ങൾ സീരിയസ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെപ്പറ്റി ഇന്ന് രാത്രിയിൽ തന്നെ കൂലംകഷിതമായിട്ട് ഞങ്ങൾ ചിന്തിച്ചു. വിജയ് ബാബുവിനോട് അടുത്ത ദിവസം തന്നെ ഇതിന്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എനിവേ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി സിനിഫൈലില്. രണ്ട് രീതിയിൽ പറയാം, സിനിഫൈൽ എന്നും പറയാം, സിനിഫീൽ എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും ഒക്കെ പറയാം. പക്ഷെ അതിന്റെ ഇവരുടെ ഒരു സന്തോഷ മൊമെന്റിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. അപ്പോ അതുകൊണ്ടിട്ട് ഒരിക്കൽ കൂടി ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, വിജിത്തും ബാക്കിയുള്ള കൂട്ടാളികൾക്കും പടയാളികൾക്കും എല്ലാം ഒരു ആശംസ നേരുവാണ്. സോ ഹാപ്പി ന്യൂ ഇയർ.